ഹോളി സ്പിരിറ്റ് റിവൈവൽ മിനിസ്ട്രിയുടെ വന്ദനത്തെ അറിയിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഒത്തിരി വിചാരമുള്ള ഒരാളായിരുന്നു. എൻ്റെ യൗവനകാലത്ത് ഒരു 13ാമത്തെ വയസ്സിൽ ജോലിക്കൊക്കെ ഇറങ്ങി. 15-16 വയസ്സുള്ളപ്പം NTPC എന്ന് പറഞ്ഞ ഒരു നാഷണൽ പവർ പ്ലാന്റിൽ ഞാൻ ഇങ്ങനെ ജോലി ചെയ്യും. എൻ്റെ യൗവനകാലത്ത് 17 വയസ്സുള്ളപ്പോൾ ഷാലോം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനത്തെ തുടങ്ങുവാൻ തക്കോണം ദൈവം എന്നെ സഹായിച്ചു. ബിസിനസ് ഒക്കെ ചെയ്യുകയും ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഭയങ്കര വിചാരമായിരുന്നു. വിചാരം ഭയങ്കര ഭാരം, നിരാശ, പണമുണ്ട് ഒരു സൈഡിൽ, സമാധാനമില്ല, ടെൻഷനാണ്. ഞാൻ അങ്ങനെ വളരെ നിരാശയും ടെൻഷനും വരുമ്പം ദൈവവചനം എന്നെ ഒരു രാത്രിയിൽ എന്നെ ഒരു വചനം, ഒരു കലണ്ടറിൽ കിടന്നൊരു വചനം എന്നെ സ്പർശിപ്പാൻ ഇടയായി. അന്ന് ഞങ്ങളായിരിക്കുന്ന സഭയിൽ നിന്നും ആയിരുന്ന ഒരു കലണ്ടറിൽ കിടക്കുന്ന ഒരു വാക്യമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരും, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ട. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. ഈ വചനം എന്നെ സ്പർശിച്ചു. ഞാൻ വിചാരപ്പെടുമ്പോഴെപ്പോഴും ഈ വചനം എന്നോട് സംസാരിക്കാറുണ്ട്. ഇപ്പോഴും വിചാരം എൻ്റെ ലൈഫിൽ ഉണ്ടാവുമ്പോഴൊക്കെയും ഫിലിപ്പിയർ 4:6 എന്നോട് ദൈവാത്മാവ് ഇടപെടും. നീ വിചാരപ്പെടരുതും, നീ പ്രാർത്ഥിക്കുക, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്തെ നിനക്ക് നൽകുന്നു. ആമേൻ. സഹോദരങ്ങളെ, നീ സാമ്പത്തിക വിഷയത്തിൽ നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. നിന്റെ ലൈഫിനെ ഓർത്ത്, നിന്റെ കുടുംബത്തെ ഓർത്ത്, നിന്റെ മക്കളെ ഓർത്ത്, നിന്റെ ഓരോ വിഷയങ്ങളെ ഓർത്ത് നീ വിചാരപ്പെടുകയും ആകുലപ്പെടുകയും ചെയ്യുന്നുണ്ടായിരിക്കും. സഹോദരങ്ങളെ, അത് നമ്മുടെ കരത്തിൽ വെക്കാതെ അത് ദൈവകരത്തിലേക്ക് കൊടുക്കുവാൻ പറ്റിയ ഒരു കാര്യമാണ്. ദൈവസന്നിധിയിൽ നിന്ന് അതിനായി സ്തോത്രം ചെയ്യുക, അതിനായിട്ട് പ്രാർത്ഥിക്കുക, അത് ദൈവകരങ്ങളിൽ കൊടുക്കുക. നമ്മൾ ഫ്രീ ആകും, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഇടയാകും. എൻ്റെ ലൈഫിൽ ഈ വചനം എന്നെ ഒത്തിരി ശക്തീകരിക്കുവാനും എന്നെ അത്ഭുതകരമായ ജീവിതത്തിന് ഈ വചനം എന്നെ സ്പർശിച്ചത് കൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഭാരത്തിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളെ സ്പർശിക്കുന്ന ഒരു വചനമാണ്. നിങ്ങൾ വിചാരപ്പെടാതെ എല്ലാം ദൈവത്തോട് അറിയിക്കുക. അത്ഭുതം കർത്താവ് ചെയ്യും. God bless you. Shalom.